ഹലോ, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പടവളങ്ങ തോരനാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് പടവളങ്ങ തോരനാണ്. അപ്പോൾ അതിനായി ഞാൻ 2 പടവളങ്ങയാണ് എടുത്തത്. അത് പീസാക്കി വെച്ചതാണിത്. അപ്പോൾ ഇതിൻ്റെ പുറംതൊലിയൊക്കെ കളഞ്ഞ് നമുക്കിതൊന്ന് വളരെ തോരന് വേണ്ടുന്ന ആ ഒരു വലിപ്പത്തിൽ ഒന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ഇതാ പടവളങ്ങയുടെ ആ പുറംതൊലിയൊക്കെ നന്നായിട്ട് ചിരണ്ടി എടുത്തതിന് ശേഷം നല്ല വൃത്തിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ട് പിന്നെ ഇതാ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ തോരൻ വെക്കാൻ വേണ്ടി ഞാൻ ചട്ടിയാണ് എടുത്തത്. അപ്പോൾ ഇതൊന്ന് ആദ്യം ചൂടാക്കി എടുക്കാം. അതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ചട്ടി ചൂടായതിന് ശേഷം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 2 വറ്റൽമുളകും പൊട്ടിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കടുകും വറ്റൽമുളകൊക്കെ നന്നായിട്ട് മൂത്ത് കടുക് പൊട്ടി വന്നിട്ടുണ്ട്, പറങ്കി മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ചെറുതായി മുറിച്ച പടവളങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണിൽ അതിൻ്റെ പകുതിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നീട് നമ്മൾക്ക് അതിന് മസാലയൊക്കെ ചേർക്കുമ്പോൾ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിന് ചെറിയ തീയിലിട്ടിട്ട് നമ്മൾക്ക് പകുതി വേവാവുന്ന സമയത്ത് ഇതിലേക്ക് തേങ്ങയുടെ ആ ഒരു മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് അടച്ച് വെച്ച് കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇതിൽ പ്രത്യേകിച്ച് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. നമുക്ക് ഈ പടവളങ്ങി തന്നെ ഇത് വെന്ത് വരാനുള്ള വെള്ളം കൂടെ കിട്ടും. തോരനിലിടാനുള്ള മസാല നോക്കാം. അപ്പോൾ അതിനായി ഞാൻ ഒരു 4 ടേബിൾ സ്പൂൺ ചിരകിയ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ എടുത്തതാണ് 4 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3-4 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾക്ക് തോരൻ ആവശ്യമായ മസാലക്കൂട്ട്. അപ്പോൾ പടവളങ്ങ പകുതി വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് തേങ്ങയും ചെറിയ ഉള്ളി വെളുത്തുള്ളി അല്ലിയും ചതച്ചത് അത് 1 പിഞ്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി ഇതുപോലെ തന്നെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഉപ്പ് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇച്ചിരി കുറവായതുകൊണ്ട് ഈ തേങ്ങയുടെ കൂടെ തന്നെ ലേശം ചതച്ച് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വീണ്ടും ഇത് ചെറിയ തീയിലിട്ടിട്ട് തന്നെ ഒന്ന് അടച്ചു വെക്കാം. അപ്പോൾ ഇതാ പടവളങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് മറ്റൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള പടവളങ്ങ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ പടവളങ്ങ ചെമ്മീനിട്ട് വെക്കാം. അതുപോലെ ആ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാവരും നിങ്ങളൊന്ന് കയറി കാണണം. അപ്പോൾ ഇതെല്ലാവരും ഇത് റെഡിയാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.